രേഷ്മാസ് കിച്ചണിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചീരത്തോരനാണ്. അതെങ്ങനെ നല്ല രുചികരമായ രീതിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനൊരു പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ എരിവിന് ആവശ്യമായ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇവയെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള എല്ലാം വഴറ്റി വന്നു കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചീര അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കെട്ട് ചീരയാണ് അരിഞ്ഞു വെച്ചത്. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും തുറന്നു കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് തേങ്ങ ചിരകിയതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് വേവാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അങ്ങനെ തുറന്ന് വെച്ചിട്ട് ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.